ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ആഴ്ച ഒരു ട്രൈഡ് എടുക്കണമെന്ന് ഞാൻ ഒരു ട്രൈഡെങ്കിലും എടുക്കണമെന്ന് ഓർത്ത് വെച്ചാണ്. പക്ഷേ ഭാഗ്യത്തിന് ഈ ആഴ്ച വീട്ടിലുണ്ടാവും, വർക്കില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഓർഡർ എടുത്തിട്ടുണ്ട്. അപ്പം ഇന്ന് ഈ 3 ദിവസം, ഇനി വ്യാഴം വെള്ളി 2 ദിവസം കൂടി ഉണ്ടാവും. 2 ദിവസം കൂടി ഓർഡർ എടുക്കാം. അപ്പോൾ ഇപ്പോൾ എൻട്രി എടുത്തേക്കുന്നത് ഞാൻ കാണിച്ചു തരാട്ടെ. ചാർട്ട് വരട്ടെ. 517-നാണ് നമ്മൾ ബൈ ചെയ്തേക്കുന്നത്. അപ്പം ഇത് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെയാണ് എടുത്തേക്കുന്നത്. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം. ഫസ്റ്റ് ക്യാൻഡിൽ എല്ലാവരും ചാടിക്കയറി എടുക്കുമെന്നില്ല, അത് ഇച്ചിരി റിസ്ക് ആണ്. ഇത് ഏത് ഡയറക്ഷനിലേക്ക് പോകുന്നില്ല, ഇത്രയും കൺഫേം ഉള്ളത് കൊണ്ട് മാത്രമാണ് എടുത്തത്. ഒരു ലോട്ട് എടുക്കാനുള്ള ഫണ്ട് മാത്രമേ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഇനിയിപ്പോൾ നാളെ അത് വെച്ചിട്ട് ചെയ്യണില്ല, റിസ്ക്കാണ്. ഇന്ന് കുഴപ്പമില്ല, ഇന്ന് നല്ലൊരു മൂവ്മെൻറ്റും കിട്ടി. ഈ ആഴ്ച ഫുൾ പ്രോഫിറ്റ് ആണെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ചയും കൂടി നിൽക്കാം. നോക്കട്ടെ എങ്ങനെയാ. അടുത്ത ആഴ്ച പോകണമല്ലേ. മൊബൈലിൽ ട്രേഡ് ചെയ്യാനതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ചിലപ്പോൾ ഒരു ലാപ്ടോപ്പ് എടുക്കും ഞാൻ. ആദ്യം നേരമൊന്നും എടുക്കേണ്ടി വന്നില്ല, പെട്ടെന്ന് തന്നെ പരിപാടി തീർന്നു. ഒരു ഈ ആഴ്ച പ്രോഫിറ്റ് ആണെങ്കിൽ നമുക്ക് നോക്കാം. നമുക്ക് അടുത്ത ആഴ്ച ഫുള്ള് നിൽക്കാണ്ട് ഫുള്ളും നിന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പിന്നെ പിറ്റത്തെ ആഴ്ച എന്താണെന്ന് വെച്ചാൽ നോക്കാം. സ്റ്റോപ്പ് ലോസ് ഇച്ചിരി കൂടുതലാണ് വെച്ചത്. നമുക്ക് ഒരു കുറച്ച് കൂടുതലാണ് വെച്ചത്. ഞാനപ്പോൾ അത് പറയണില്ല. 10,000 രൂപയുടെ ട്രേഡാണ് കേട്ടോ. 10,000 രൂപ എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. എനിക്ക് ഒരു ക്വാണ്ടിറ്റിയും കൂടി വേണം ശരിക്കും പറഞ്ഞു. പിന്നെ ഇതിപ്പോൾ കുഴപ്പമില്ല, നല്ല മൂവിങ് ആയിട്ട് നല്ല മൂവിങ് ഉണ്ട്. അപ്പം ഇതൊന്നും കണ്ട് ആരും നമ്മൾ ചെയ്യുന്ന രീതി നിങ്ങൾക്ക് സക്സസ് ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇതൊന്നും കണ്ട് പെട്ടെന്നൊന്നും ആരും വലിയ വലിയ ഫണ്ട് എടുത്തിട്ടൊന്നും കളിക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സാധാരണ ഫണ്ട് കൂട്ടുക. കാര്യം ഇതിൽ തന്നെ ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് കൂടുതലാണ് വെച്ചേക്കുന്നത്. അത് ഒരു 10 ക്വാണ്ടിറ്റി ഒക്കെ ആകുമ്പോൾ അപ്പോൾ വേറെ റേഞ്ചിലെത്തും. അപ്പോൾ നമ്മുടെ ടാർഗറ്റിലേക്ക് അടുത്തേക്കാണ്. 575 വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ചാർട്ട് എടുത്തതിൻ്റെ ഞാൻ ഇതിൻ്റെ അവസാനം ഞാൻ ഇപ്പോൾ പറയാം. അപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് വേറെ ഓർഡറൊന്നും പിന്നെ എടുത്തില്ല. ആ ഒരു ഓർഡർ രാവിലെ എടുത്ത് മാത്രമേ എടുത്തുള്ളൂ. ഒറ്റ ഓർഡർ എടുത്തുള്ളൂ. ചാർട്ടിലോട്ട് വന്നാൽ പ്രീവിയസ് ഡേയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് വന്നപ്പോഴാണ് നമ്മൾ പുട്ട് ഓപ്ഷനിൽ ഒരു എൻട്രി എടുത്തത്. അതും ഫസ്റ്റ് ക്യാൻഡിലാണ് എടുത്തത്. അത് ഫസ്റ്റ് ക്യാൻഡിൽ എല്ലാവരും അങ്ങനെ പെട്ടെന്ന് കയറി എടുക്കണമെന്നില്ല, അത് ഇച്ചിരി റിസ്ക് ആണ്. എനിക്കാകെ ഒരു ഒറ്റ ലോട്ട് എടുക്കാനുള്ള ഇത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇച്ചിരി റിസ്ക് ആയിട്ട് എടുത്തത്. ഇനിയിപ്പോൾ നാളെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇന്ന് നമുക്ക് എനിക്ക് അത്രയും കൺഫേം ഉള്ളതുകൊണ്ടാണ് ഞാനത് പുട്ട് ഓപ്ഷൻ എടുത്തത്. ഇന്ന് മിക്കവരും എല്ലാവരും പുട്ട് ഓപ്ഷൻ ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മളെടുത്ത് ഇതിൻ്റെ ബ്രേക്കൗട്ട് പ്രീവിയസ് ഡേയുടെ
സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് വന്നപ്പോഴാണ് എടുത്തത്. ഇതിന്റെ ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ 517 517 എടുത്തത്. അത് 575 ആയപ്പോൾ നമ്മളത് സെല്ല് ചെയ്തു. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് പിന്നെ മുകളിലേക്ക് പോയി. പക്ഷെ നമ്മൾ അധികം നേരം നിന്നില്ല. ആ ഒറ്റ ക്വാണ്ടിറ്റി ഉള്ളു, ഒറ്റ ക്വാണ്ടിറ്റി വെച്ചിട്ടുള്ള പരിപാടിയാണ്. അതുകൊണ്ട് അധികം കിടന്ന് കളിക്കാൻ നിന്നില്ല. പക്ഷെ ഇന്ന് നല്ലൊരു അവസരമാണ്, അത് പറയാണ്ടിരിക്കാൻ വയ്യല്ല. 175 ഞാൻ 2 മിനിറ്റ് ക്യാൻഡിലാണ് വെച്ചത്. ഈ ഭാഗത്തായിട്ട് വരും. രാവിലെ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ നമുക്കത് കിട്ടിയില്ല. അല്ലെങ്കിൽ 400 സംതിങ് തന്നെ ഈ ഒരു ഭാഗത്ത് വെച്ച് എടുക്കാറുണ്ട്. അത് ഒന്ന് കൺഫേം ആയിട്ട് ഓർഡർ എടുത്തതാണ്. ഓക്കെ, അപ്പൊ ഇനി ചിലപ്പോ ഈ ആഴ്ച ഉണ്ടാവും മിക്കവാറും, നാളെ മറ്റന്നാളും ചെയ്യാം. പക്ഷെ ഇനിയിപ്പോ ഒരു ലോട്ട് വെച്ചിട്ട് ചെയ്യണല്ലേ, അത് ചെറിയ റിസ്ക്. ലോട്ടും കൂടി വേണം, ഒരുമിച്ചെടുക്കാനല്ല. അപ്പൊ ശരി, അപ്പൊ നാളെ കാണാം.